ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ? മിക്സ് വേൾഡിൻ്റെ പുതിയൊരു യാത്ര നമ്മളെ കൊല്ലം ബീച്ച് സൈഡിലുള്ള ലൈറ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. ബീച്ച് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഈ ബീച്ചിൻ്റെ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടോ. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ റോഡ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ദൂരം, കുറച്ചടുത്ത് മാത്രം, വളരെ അടുത്ത് മാത്രം ഒത്തിരി ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ബോട്ടുകൾ, പിന്നെ അതുപോലെ ഈ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓരോരോ സ്ഥലങ്ങളും യാത്രകളും ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നമ്മളെ കൂട്ടത്ത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ഹൗസ്, ഇവിടുത്തെ ലൈറ്റ് ഹൗസ്, അതുപോലെ റഡാറ്, ഇവിടുത്തെ കപ്പലുകൾ സിഗ്നൽ കിട്ടുന്ന റഡാർ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് കോവളത്താണ് റഡാറ് കാര്യങ്ങളുള്ളത്. അപ്പം കൊല്ലം ജില്ലയിൽ കൊല്ലം ബീച്ചിനോട് ചേർന്നിട്ടാണ്. കണ്ടോ, ഇവിടെ മീനൊക്കെ പിടിക്കാൻ പോയിട്ട് വന്നവർ റെസ്റ്റ് ചെയ്യുവാണ്. അവർ ചെറിയ രീതിയിലൊക്കെ ഉള്ള റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുവാണ്, കുശലം പറഞ്ഞൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ലൈറ്റ് ഹൗസ് കാണിച്ചു തന്നില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു ലൈറ്റ് ഹൗസ് ആണ് ഇന്നത്തെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളിത് നോക്കിക്കോ. കൊല്ലം ജില്ലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈറ്റ് ഹൗസ് വന്ന് കാണുക. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മണ്ടയിൽ കയറാം. നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ ഹൈറ്റ് നമുക്ക് തോന്നില്ല, പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റാണ്. അതുപോലെ ലിഫ്റ്റ് ഉണ്ട്, ഇതിനകത്ത് വരെ ലിഫ്റ്റ് സംവിധാനമുണ്ട്. ആ ലിഫ്റ്റിൽ നമ്മൾ പോയിട്ട് നമ്മൾ പിന്നെയും നടക്കണം. ലിഫ്റ്റിൽ കുറേ ദൂരം നമ്മൾ പോയതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് കയറി മണ്ടയിലെത്തുക. അതിന് ശേഷം നമുക്ക് സ്റ്റെപ്പിൽ നമുക്ക് കാല് സ്ട്രൈറ്റിന് വെച്ച് നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് കാല് മെല്ലെ ചരിഞ്ഞിട്ടാ കയറാൻ പറ്റത്തുള്ളൂ. അത്രയും കണ്ടോ, നമ്മൾ ഇപ്പോൾ വന്നപ്പോഴത്തേനും കണ്ടോ, ഈ നമ്മുടെ ട്രിവാൻഡ്രത്ത് കമ്പിളി നാരങ്ങ എന്ന് പറയും, പിന്നെ ബബ്ലൂസ്, അങ്ങനെ എങ്ങാണ്ടൊക്കെ പേര് ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. കണ്ടോ, നമ്മൾ പാദരക്ഷകളെല്ലാവരും പുറത്തിടണം കേട്ടോ, കാരണം നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം ഇവിടെ. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മളിതാ ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ളിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും നോക്കുക, കാരണം തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റുന്നവർ, തീർച്ചയായിട്ടും വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. കണ്ടോ, നമ്മൾക്ക് മുന്നേ ഒരു ഫാമിലി വന്നു, അവർ ലിഫ്റ്റ് അടച്ച് അവർ അങ്ങ് രക്ഷപ്പെട്ട് പോയി. ഇനി ഞങ്ങളിവിടെ പെട്ട് നിൽക്കുകയാണ്. ആ ലിഫ്റ്റ് താഴെ വരണം. ഓക്കെ, ലിഫ്റ്റ് ഇപ്പോൾ എത്തും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഞങ്ങളിനി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മുകളിലോട്ടുള്ള പോകുന്ന ലിഫ്റ്റിലൂടെ പോവുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. ഇവിടെ കൂടി നമ്മൾ കണ്ടോ, ആ ഒരു വ്യൂ കണ്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോ, കടൽ കിടക്കുന്നുണ്ടോ. കടലിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒരു പാതയുണ്ട് കേട്ടോ. കല്ലൊക്കെ അടുക്കി അവർ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടോ, ഇപ്പോഴും നമുക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. കയറുന്നവർ ഒന്ന് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ വന്ന് വീഴും. അങ്ങനത്തെ സ്റ്റെപ്പാണ്. കാരണം നമുക്ക് കാല് ചരിച്ച് വെച്ചിട്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നോക്കണ്ടോ, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പിൻ്റെ വീതിയൊക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്ട്രെയിറ്റിന് ചവിട്ടിയൊന്നും കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കുഞ്ഞ് സ്റ്റെപ്പാണ്. കണ്ടോ, നമ്മൾ മണ്ടയിൽ വന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ, നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോ. ലൈറ്റ് ഹൗസിൻ്റെ മണ്ടയിൽ വന്നാൽ ഉള്ള വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ. കണ്ടോ, എന്താ മക്കളെ, എന്താ പൊളിയല്ലേ, എന്ത് രസം അല്ലേ. കാണും, ഇതൊക്കെ ഞാൻ അവിടെ കിടക്കുന്ന ചെറിയ ബോട്ടുകളെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എത്ര ബോട്ടുകളാണ് അല്ലേ. നമ്മൾ ഈ ഉറുമ്പ് കൂട്ടം മാതിരി ബോട്ടുകൾ കിടക്കുന്നുണ്ടോ. എന്ത് വ്യൂ ആണ്, അതാണ് ഒരു പ്രത്യേകത അല്ലേ. എന്ത് പൊളിയാണ്. കണ്ടോ, ഇത്രയും ഹൈറ്റിൽ നമ്മൾ ഈ നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈറ്റൊന്നും അല്ല കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. ശരിക്കും ഞാനിവിടെ കയറിയപ്പോഴത്തേനും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്ന വ്യക്തിയോട് ഞാൻ പറയുന്നുണ്ട്, എടാ നമുക്ക് താഴോട്ട് പോവാം, കാരണം നിൽക്കുന്നതോറും എനിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ഹൈറ്റാണ്. ഇത് കണ്ടോ, ഇതൊരു 1.5 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. 1.5 കിലോമീറ്റർ കൂടുതൽ നീളത്തിന് അവർ ചെയ്തിരിക്കുക. സൂം ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. കണ്ടോ, താഴോട്ടുള്ള കെട്ടിടങ്ങൾ, ഒരു വലിയ പള്ളി കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് ഒരു സൈഡിലുള്ള കാണിച്ചു തരാം വ്യൂസ്. കണ്ടോ, ഫുള്ള് കടലാണ്, ഒരു സൈഡ് ഫുള്ള് കടൽ. കണ്ടോ, റഡാർ കറങ്ങുന്നത് കണ്ടോ, ഇതാണ് സിഗ്നൽ കിട്ടുന്ന റഡാർ. കപ്പലുകളും പ്ലെയിനുകളും എല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്, സിഗ്നൽ കിട്ടുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിതതാണിത്, പണ്ട് ബ്രിട്ടീഷുകാർ പണിതതാണ്. അതാണ് ഒരു പ്രത്യേകത. ബ്രിട്ടീഷുകാർ അവരെ കപ്പൽ മാർഗ്ഗമല്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വരുവാനായിട്ട് അവർ സെറ്റ് ചെയ്ത സംഭവമാണ്. കണ്ടോ, നല്ല ഹൈറ്റിനാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ മണ്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത്. കണ്ടോ, ഇത് നിൽക്കുന്ന കണ്ടോ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഹൈറ്റൊന്നും അല്ല കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും കയറണം. ഞാൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർ നമ്മളെ ഈ വീഡിയോ
കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോയിട്ടില്ലേ തീർച്ചയായിട്ടും പോകണം. ഞാനിവിടെ താഴെയൊക്കെ നോക്കിയപ്പോൾ പാർക്ക് ഉണ്ട് കേട്ടോ. വരുന്നവർക്കൊക്കെ ചെറിയൊരു എൻജോയ്മെൻറ്റ്, കുട്ടികൾക്കും അതുപോലെ ഉള്ളവർക്കൊക്കെ പറ്റിയ ചെറിയ പാർക്ക് സൗകര്യങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലവും, പിന്നെ അതുപോലെ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു കിങ് കോങ് ഇരിപ്പുണ്ട്. അതിനെ നോക്കി ഞാൻ ആദ്യം വിചാരിച്ചു എന്താണിത്, ഇതിനെയൊക്കെ എന്തിനാ ഇവിടെ വച്ചിരിക്കുന്നത്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക കൂട്ടാക്കുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.